ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ബ്രെഡ് പിസ്സ ലോലിപോപ്പിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ബ്രെഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേറെയും ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ റെസിപ്പി ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും അറിയിക്കുക. അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്ങും ചീസും ലോലിപോപ്പിൻ്റെ ഷേപ്പൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കൊട്ട് തന്നെ സമയങ്ങളിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കപ്പോൾ ആദ്യം തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 5 പീസ് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ഞാൻ നമ്മുടെ ചോപ്പറിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചോപ്പറിലേക്ക് ഇട്ട് ചോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലതുപോലെ തന്നെ ഇതേപോലെ അങ്ങ് ചോപ്പായിട്ട് കിട്ടിക്കോളാം നമുക്ക്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നത് ഒരേ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒന്നെങ്കിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടിയും അത്രയും തന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരേ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സോയാ സോസും കൂടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മിക്സിൻ്റെ ടേസ്റ്റേ തന്നെ വേറെ ലെവലാട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ ഒരേ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരിയോ അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങനീരോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പാസ്ത അല്ലെങ്കിൽ പിസ്സ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് പിസ്സ ലോലിപോപ്പാണ്. അതുകൊണ്ട് തന്നെ പിസ്സ സോസ് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്യാം. ചേർത്ത് കൊടുക്കുന്നതാണ് അതിന് ശരിക്കുമുള്ള ടേസ്റ്റ്. ഇത്രയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെയും ഇത്രയും ചിക്കന് അളവുകളാട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത്രയും ചിക്കൻ എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നെങ്കിൽ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും നേർപകുതി മാത്രം അളവുകൾ എടുത്താൽ മതിയാവും. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതവിടെ നല്ലതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് പിടിച്ച് സോസുകളും ആ വിനാഗിരിയും ഒക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങാം ഫില്ലിങ്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ തന്നെ ചതച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം ഇതിലേക്ക് ഒരേ ഒരു സവാള, ചെറിയൊരു മീഡിയം സൈസുള്ള സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങ് നീളത്തിൽ, ഒരുപാടങ്ങ് നീളത്തിലൊന്നും അരിയേണ്ട, അത് ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പതുക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയ ക്യാപ്സിക്കാണെങ്കിൽ മുഴുവനും ചേർക്കാം. അത്യാവശ്യം വലിപ്പമുള്ള മീഡിയം സൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതി. ചേർത്ത് പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി നമ്മുടെ സവാളയൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കരുത് കേട്ടോ. ഇതേപോലെ ശരിക്കും ഒന്ന് ഇളക്കി ആ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് സെപ്പറേറ്റായി ചിക്കനിലേക്ക് നന്നായിട്ട് ചൂട് കയറിയൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഒന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട് പാടുള്ളൂ. ഈ സമയമൊക്കെ ആകുമ്പോൾ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരാനായിട്ട് മൂടി വയ്ക്കാം. അങ്ങനെ ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് ശരിക്കും ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടതാ, ഇത് മതിയാവും. എല്ലാം കൂടി നന്നായിട്ട് പിടിച്ച് ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ടൊമാറ്റോ സോസും അതേപോലെ തന്നെ നമ്മുടെ ഈ മയോണൈസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മുടെ ഈ ഫില്ലിങ്ങിന്. കൂടെ ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ടൊന്ന് കുത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയൊരു പിടി അത്ര മാത്രം മതി. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാനായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ്ങിന് വെറുതെ ഇരുന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആട്ടോ. ആ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ ഒരട്ടിപ്പൊളി ടേസ്റ്റ് തന്നെയാണ്.
എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫാക്കി നമുക്കിതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് 2 ബ്രെഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണോ സ്നാക്സ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ബ്രെഡ് ഇവിടെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കണ്ടത് ഇതേപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ചേർത്ത് സൈഡ് കട്ട് ചെയ്യേണ്ട, കുറച്ചും കൂടി ഉള്ളിലേക്ക് നീക്കിയിട്ട് മാത്രം സൈഡ് കട്ട് ചെയ്താൽ മതി. ഈ ഒരു വലിപ്പത്തിൽ. അപ്പോൾ അടുത്ത ബ്രെഡ് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ അളവ് നോക്കിയിട്ട് തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട്. അതേ അളവിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും വലിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇനിയിപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും വേണ്ടി വരില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ബ്രെഡ് അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി 2 ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ആ 2 ബ്രെഡും ഒരേ അളവിൽ തന്നെ വേണം വരാനായിട്ട്. അപ്പോൾ ബാക്കി എല്ലാ ബ്രെഡും നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കോട്ടിങ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്, ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഒരുപാടങ്ങ് കട്ടിയാവരുത്, അതേപോലെ തന്നെ ഒരുപാടങ്ങ് ലൂസും ആവരുത്. ഈ ഒരു പരുവത്തിൽ നിർത്തിക്കൊണ്ട് വേണം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കേട്ടോ, ഇപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിൽ അറിയാൻ പറ്റും. ഇതിൽ നിന്നൊരു 4-5 ടേബിൾ സ്പൂൺ നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ ആ സൈഡൊക്കെ ആണെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൽ നമ്മുടെ കുറച്ച് മൈദ ഉണ്ടല്ലോ, എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഒന്ന് പറ്റിയതിന് ശേഷം നമ്മുടെ ഈ ബ്രെഡിൻ്റെ നടുക്കിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുവാണ്. നമ്മൾ ആ മൈദയുടെ കോട്ടിങ് ശരിക്കും പറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിക്ക് ഇങ്ങ് വിട്ടു പോരും. അതുകൊണ്ടാണ് അത് ബ്രെഡിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്ങും ഇതേപോലെ കുറച്ച് വെച്ച് ശരിക്കും ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചീസ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിലും ബ്രെഡിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന രീതിയിലുള്ളത് അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം മറ്റേ ബ്രെഡിൻ്റെ 4 സൈഡും എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ കോട്ടിങ് ഉണ്ടായിരുന്നല്ലോ, അത് വെച്ച് പതുക്കെ എല്ലാ സൈഡും നമ്മുടെ ആ ബ്രെഡിൻ്റെ 4 സൈഡും ഇതേപോലെ ഒന്ന് പറ്റി കൊടുക്കുക. നന്നായിട്ട് ഒട്ടി വരാൻ വേണ്ടിയിട്ടോ മറ്റേ ബ്രെഡുമായിട്ട്. അതിനുശേഷം അതേ അളവിൽ തന്നെ മുകളിൽ വെച്ച് കൈവച്ച് നന്നായിട്ട് തന്നെ ഇതേപോലെ ഇങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരറ്റം പോലും ഇങ്ങ് വിട്ട് പുറമേൽ കാണാത്ത രീതിയിൽ നന്നായിട്ട് ഇതേപോലെ ഇങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കാണാൻ തന്നെയാണെങ്കിൽ നല്ല ഭംഗിയില്ലേ. അപ്പം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രെഡ് നല്ല കനമുള്ളതാണെന്നുണ്ടെങ്കിൽ, നല്ല കനമുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് പരത്തി കൊടുത്തിട്ട് വേണം ഇതേപോലെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ സ്നാക്സും ഇതേപോലെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 4 സ്നാക്സാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് 8 ബ്രെഡ് ഉപയോഗിച്ചിട്ട് കേട്ടോ. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കി നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മുടെ ഈ മൈദയുടെ മിക്സിൽ ഒരുപാട് നേരം ബ്രെഡ് അങ്ങനെ മുക്കി വെക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് അങ്ങ് പൊടിഞ്ഞു പോകും. ഉടനെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ നേരെ ബ്രെഡ് ക്രംസിൽ വെച്ച് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമുക്ക്. എല്ലാ സൈഡും ആ അരികടക്കം എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ കണ്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ സ്നാക്സും നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിവിടെ 4 സ്നാക്സും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടുന്ന സമയങ്ങളത് നമുക്ക് നേരെ ചൂടായ എണ്ണയിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ പാൻ ചെറുതായതുകൊണ്ട് ഓരോന്ന് വെച്ച് മാത്രമേ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ള പാൻ ആണെന്നുണ്ടെങ്കിൽ 2 വീതം വെച്ച് ഒന്ന് നോക്കി നിന്നിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു വശമൊക്കെ റെഡിയായി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 വശം റെഡിയായി കഴിഞ്ഞപ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുവാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെയും പെട്ടെന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 4 സ്നാക്സ് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ കോട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ വന്ന് സൂപ്പർ ടേസ്റ്റിൽ കാണാനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും അടിപൊളി ബ്രെഡ് പിസ്സ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. കണ്ടതാ ഇതേപോലെ ചീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വന്നിട്ട് ഉള്ളിൽ ആ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.